നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു അബദ്ധത്തിന്റെ പേരിൽ പ്രവാചകൻ നിന്ന് ആരോപിച്ച മാതൃഭൂമി പത്രത്തെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ചില മുസ്ലിം സംഘടനകളും പ്രമാണിമാരും ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയിൽ KV നിരഞ്ജന്റെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ പറയുന്നത്. വിവാദത്തെ തുടർന്ന് മലബാറിൽ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട 1,00,000-ഓളം കോപ്പികളും 1000-ഓളം വരുന്ന ഏജൻസികളും ഒരു വർഷത്തിൽ തന്നെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് ഇപ്പോൾ മാതൃഭൂമി മാനേജ്മെന്റ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിവാദത്തെ തുടർന്നുണ്ടായ 20 കോടിയോളം വരുന്ന പരസ്യ വരുമാന നഷ്ടവും ഇപ്പോൾ അവർ നികത്തിക്കഴിഞ്ഞു. ഇതോടെ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാമെന്ന മനോരമ, സുപ്രഭാതം എന്നീ പത്രങ്ങളുടെ തന്ത്രവും പൊളിഞ്ഞു. മനോരമയാകട്ടെ സമാനമായ അന്ത്യത്താഴ വിവാദത്തിൽപ്പെട്ട് ക്രിസ്ത്യൻ സഭകളുടെ ബഹിഷ്കരണത്തിൽ പെടുകയും ചെയ്തു. ഒരു ദിവസത്തെ പ്രധാന വാർത്തകൾ പോലുമില്ലാതെ എന്തിനു വേണ്ടിയെന്നോണം ഇറങ്ങുന്ന സുപ്രഭാതമാവട്ടെ ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. 1-ാം പേജിലടക്കം നിരവധി തവണ ഖേദപ്രകടനം നടത്തിയിട്ടും മാതൃഭൂമി ബഹിഷ്കരണവുമായി മുന്നോട്ടു പോയവർ അറിഞ്ഞത് അതേ നാണയത്തിൽ തന്നെ പത്രം തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെയാണ്. സകല മുസ്ലിം സംഘടനകളും മാതൃഭൂമിയുടെ ഖേദപ്രകടനം അംഗീകരിച്ചുവെങ്കിലും ചില ഭാഗത്തുനിന്ന് കുത്തിത്തിരിപ്പ് തുടരുകയായിരുന്നു. ഇവർ പള്ളി കമ്മിറ്റികളിലൂടെയും മറ്റും ഇടപെട്ടതോടെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പല പ്രദേശങ്ങളിലും മാതൃഭൂമി പത്രം ഇല്ലാതായി. ചിലയിടത്തൊക്കെ മാതൃഭൂമിക്ക് ഇവിടേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് കൂറ്റൻ ബോർഡുകളും ഉയരുകയും ചെയ്തു. പത്രവണ്ടി പോലും തടഞ്ഞ സംഭവങ്ങൾ പലയിടത്തുമുണ്ടായി. ഇതിനെ മറികടക്കാൻ എന്നോണം എല്ലാ ദിവസവും ചെറിയ ഇസ്ലാമിക പരിപാടികൾ പോലും മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തെങ്കിലും പ്രശ്നം അടങ്ങിയില്ല. ഇതേ തുടർന്ന് പ്രശ്നം പഠിച്ച മാതൃഭൂമിയുടെ മാനേജ്മെന്റ് വിദഗ്ധർ കണ്ടെത്തിയത് കാന്തപുരം വിഭാഗം സുന്നികളും മുസ്ലിം ലീഗിലെ തന്നെ ET മുഹമ്മദ് ബഷീറും KP മജീദും അടങ്ങുന്ന തീവ്ര വിഭാഗവും ചില SDPI നേതാക്കളുമാണ് പ്രശ്നത്തിന് പിന്നിലെന്നാണ്. തുടർന്ന് ഇവരെ പൂർണ്ണമായി തമസ്കരിക്കാനും മുജാഹിദ് വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും മാതൃഭൂമി തീരുമാനിച്ചു. ഇത് കാന്തപുരം വിഭാഗത്തിനടക്കം കടുത്ത അടിയായി. പെരുന്നാൾ സംബന്ധിച്ച ലേഖനം പോലും കയറായതോടെ കാന്തപുരം നേരിട്ട് വിളിച്ച മാതൃഭൂമിയുമായി വെടിനിർത്തലിലെത്തി. തന്റെ പാർലമെന്റ് പ്രസംഗങ്ങളും വാർത്തകളും ഒന്നും വരാതായതോടെ ETയും സുല്ലിട്ടു. ഇതോടെ ബഹിഷ്കരണത്തിനും പല ഭാഗത്തും അയവ് വന്നു. അടുത്ത കാലത്തായി മാതൃഭൂമി സംഘപരിവാറിനോട് കുറെ കൂടി മൃദു സമീപനം എടുത്തതും ബഹിഷ്കരണം പൊളിയാൻ ഇടയാക്കിയെന്ന് നിരഞ്ജന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാതൃഭൂമിക്ക് കാവിനിറം കൈവരുന്നുവെന്ന് കണ്ടതോടെ SDPI അടക്കമുള്ള സംഘടനകളും അയവുകയായിരുന്നു. മാതൃഭൂമിയുടെ നഗരം സപ്ലിമെന്റിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രതികരണം എടുത്തു കൊടുത്തുപോയതിനായിരുന്നു ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായത്. എന്തായാലും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ മാതൃഭൂമിയെന്നും നിരഞ്ജൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.